Hi friends, welcome to Learn Programming in Malayalam. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് സ്റ്റാറ്റിക് ഫയൽസ് എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്നും പിന്നെ നമുക്ക് ആപ്ലിക്കേഷനിൽ ഒരു ലേഔട്ട് എന്ന് പറയുന്ന കാര്യം എന്താണെന്നും അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോഡ് ബേസിക്കലി നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു വീഡിയോയിൽ അത് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ വരുത്തിയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഫയൽസിലാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്തിയാലാണ് ഓരോ കാര്യങ്ങൾ വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ ബേസിക്കലി സ്റ്റാറ്റിക് ഫയൽസ് എന്നുകൊണ്ട് ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ അർത്ഥമാക്കുന്നത് നമുക്ക് ആപ്ലിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റ് ഫയൽസ്, CSS അല്ലെങ്കിൽ ഇമേജസ് നമുക്ക് പബ്ലിക്കലി ഒരു URL വിളിച്ച് ആക്സസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ അങ്ങനെ പറ്റുന്ന ടൈപ്പ് ഓഫ് ഫയൽസാണ് നമ്മൾ ജനറലി ഒരു വെബ് ആപ്ലിക്കേഷനിൽ സ്റ്റാറ്റിക് ഫയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ബൈ ഡിഫോൾട്ട് .NET കോറിൽ നമ്മൾ സ്റ്റാറ്റിക് ഫയൽസ് ഇവിടെ കൊടുത്തിട്ടുള്ള പോലെ www root എന്ന് പറയുന്ന ഒരു ഫോൾഡറിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു empty സൊല്യൂഷൻ ഇതാണ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോൾഡർ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ആഡ് ഫോൾഡറിൽ ന്യൂ ഫോൾഡറിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നെയിം ഇമ്പോർട്ടൻ്റ് ആണ്. www root എന്നുള്ളതാണ് സ്റ്റാറ്റിക് ഫോൾഡറിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള നെയിം. അപ്പോൾ ഈ ഡിഫോൾട്ട് നെയിം എന്ന് പറയുന്നത് ബൈ ഒരു കൺവെൻഷൻ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ചബിൾ ആണ്. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ .NET കോറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നോർമൽ കേസിലൊക്കെ നമ്മളത് ചേഞ്ച് ചെയ്യാറില്ല, കാരണം അതൊരു സ്റ്റാൻഡേർഡ് പോലെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന ഫയൽസ്, ഇപ്പോൾ ഈ ഫയൽസൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ജിറ്റ് URL കിട്ടുന്നതാണ്. ഇത് ബേസിക്കലി നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫയൽസ് എല്ലാം തന്നെ ഈ ഒരു .NET കോറിൻ്റെ സീരീസിൽ നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന അതേ ജാവാസ്ക്രിപ്റ്റ്സും അല്ലെങ്കിൽ CSSും കാര്യങ്ങളുമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഈ ഒരു സംഭവം ആക്ച്വലി വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ കോൺഫിഗറേഷൻസും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന startup.file. അപ്പോൾ ആ startup.fileൽ കോൺഫിഗർ മെത്തേഡിൽ app.useStatic files ഈ ഒരു കാര്യം കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു റൂട്ട് ഫോൾഡർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. കാരണം ഈ ഒരു ലൈൻ ഓഫ് കോഡാണ് ഈ ഒരു ഫീച്ചർ ഈ ഒരു .NET കോറിൽ എനേബിൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ഇതുവരെ നമ്മൾ കോഡ് ചെയ്തിരുന്നത് എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു ഹോം ഫയൽ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് HTML ടേബിളും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ റിയലായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് അതിന് ഒരു മെനു ഉണ്ടാവും. അപ്പോൾ ആ മെനു എന്ന് പറയുന്ന കാര്യം പോലെ തന്നെ ഒരു ഫൂട്ടർ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ പേജിലും നമുക്ക് വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാ പേജിലും നമുക്ക് ഈ സെയിം റിപ്പീറ്റീവായിട്ടുള്ള കണ്ടൻറ്റ് കൊടുക്കുക എന്നുള്ളത് ഒരു വലിയൊരു ആപ്ലിക്കേഷനെ സംബന്ധിച്ചിട്ട് അതൊരു ബാഡ് പ്രാക്ടീസാണ്. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു മെനു ഐറ്റം ചേഞ്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ചേഞ്ച് ഈ കൊടുത്തിരിക്കുന്ന എല്ലാ പേജസിലും ആ സെയിം റിപ്പീറ്റീവായിട്ടുള്ള ചേഞ്ചസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ, അത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമുക്ക് ലേഔട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഫയൽ ഷെയ്ഡ് എന്ന് പറയുന്ന ഫോൾഡറിൽ layout_layout.html എന്ന് പറയുന്ന ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫയൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബേസ് ഫയൽ പോലെയാണ്. അപ്പോൾ ഈ ഒരു ഫയലിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ പേജിലും ബൈ ഡിഫോൾട്ട് ലോഡാവും. അപ്പോൾ .NET കോറിൽ ഡിഫോൾട്ടായിട്ടുള്ള ലേഔട്ടിൻ്റെ നെയിമാണിത്. നമുക്ക് മൾട്ടിപ്പിൾ ലേഔട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ പോസിബിളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിലായിരിക്കും പറയുന്നത്. അപ്പോൾ ഇത് ബേസിക്കായിട്ടൊരു ലേഔട്ട് ആഡ് ചെയ്ത് എങ്ങനെയാണ് ഒരു സ്റ്റാറ്റിക് ഫയൽസ് നമ്മൾ ലോഡ് ചെയ്യുന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കോഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ കുറച്ച് CSS കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ താഴെ ജാവാസ്ക്രിപ്റ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പാത്ത് എന്ന് പറയുന്നത് നമ്മൾ www റൂട്ടിലെ പാത്താണ്. ഈ ഒരു പാത്ത് നമുക്ക് ഇങ്ങനെ ഒരു റിലേറ്റീവ് പാത്തായിട്ട് മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ലിബ് എന്ന് പറയുന്ന ഫോൾഡറിൽ jQueryയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലിബ് ഡയറക്റ്റ് നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് jQuery എന്ന് പറയുന്ന ഫോൾഡർ കാണാം. അപ്പോൾ അതിൻ്റെ അകത്താണ് ശരിക്കും ഈ jQueryയുടെ
ഒക്കെ ഫയൽസ് കിടക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ആപ്ലിക്കേഷനിലേക്ക് റിലേറ്റീവായിട്ട് ഈ www റൂട്ടിലെ ഫയൽസ് ഇവിടെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ആപ്ലിക്കേഷൻ റണ്ണാവുന്ന സമയത്ത് ലോഡാവുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാര്യം ആപ്ലിക്കേഷനിൽ ബേസിക്കലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പല അഡ്വാൻസ്ഡ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കില്ല. പിന്നെ ഈ ഒരു ലേഔട്ട് ഫയലിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന റെൻഡർ ബോഡി എന്ന് പറയുന്ന ഈ ഒരു കാര്യമാണ്. ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൊടുക്കുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത് ഈ ഒരു റെൻഡർ ബോഡി എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലായിരിക്കും ഓരോ പേജസിൻ്റെയും കണ്ടൻറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ടർ സൈഡിൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പ് പോർഷനിലുള്ളതും പിന്നെ ബോട്ടം പോർഷനിലും ഉള്ള കണ്ടൻറ്റ്സ് ഓട്ടോമാറ്റിക്കലി എല്ലാ പേജസിൻ്റെയും കണ്ടൻറ്റിൽ അല്ലെങ്കിൽ HTML ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പോർഷനായിരിക്കും ആക്ച്വൽ പേജ് കണ്ടൻറ്റ് വെച്ചിട്ട് ഫൈനലി റീപ്ലേസ് ആയിട്ട് ആ ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് ബ്രൗസറിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പേജിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ടേബിൾസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ടേബിൾസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു സെക്ഷനിലായിരിക്കും ഫൈനലി വന്ന് പ്രിൻ്റ് ആവുന്നത്. അപ്പോൾ അതാണ് ലേഔട്ട് ഫയലിൻ്റെ ഇമ്പോർട്ടൻസ്, ലേഔട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അത് കൂടാതെ ഇതിനകത്ത് നമ്മൾ 1-2 ഫയൽസും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് വ്യൂ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്യൂ സ്റ്റാർട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു വ്യൂ അല്ലെങ്കിൽ ഒരു പേജ് ലോഡ് ആവുന്ന സമയത്ത് ഇനീഷ്യലി കൊടുക്കേണ്ട സെറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇവിടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലേഔട്ട് _layout എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ലേഔട്ട് ഫയൽ നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന ലേഔട്ട് ഫയലിൻ്റെ നെയിമാണ് വിത്തൗട്ട് എക്സ്റ്റൻഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലേഔട്ട് അല്ലെങ്കിൽ ഡിഫോൾട്ട് ലേഔട്ട് ഇതാണെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. അത് ആക്ച്വലി എല്ലാ പേജും ലോഡ് ചെയ്യുന്നതിന് മുമ്പായിരിക്കും ഈ ഒരു കാര്യം ചെക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വ്യൂ ഇമ്പോർട്ട്സ് എന്ന് പറയുന്ന ഒരു ഫയലുമുണ്ട്. അപ്പോൾ ഈ വ്യൂ ഇമ്പോർട്ട്സ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും പറയുന്നത്. ഇവിടെ കുറച്ച് ടാഗ് ഹെൽപ്പേഴ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മോഡൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടാഗ് ഹെൽപ്പേഴ്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ലേഔട്ട് ഫയൽ കണ്ടൻറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ടാഗ്സ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മറ്റൊരു വീഡിയോയിലായിരിക്കും പറയുന്നത്. കാരണം ഇവിടെ ASP കൺട്രോളർ അല്ലെങ്കിൽ ASP ആക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഒരു ആക്ച്വലി HTML ടാഗല്ല. അപ്പോൾ അത് .NET സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഫൈനലി ബ്രൗസറിലേക്ക് വരുന്ന സമയത്ത് അത് പല കാര്യങ്ങളും കൺവേർട്ടായിട്ട് അതിൻ്റെ ആക്ച്വൽ ഡാറ്റയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് നമ്മൾ മറ്റൊരു വീഡിയോയിലായിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു startup.csൽ ഈ ഒരു സ്റ്റാറ്റിക് ഫയൽസ് എനേബിൾ ചെയ്യുന്നു, ലേഔട്ട് ഫയൽ ആഡ് ചെയ്യുന്നു. പിന്നെ ഈ 2 ഫയൽസിലും ഡാറ്റ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഒന്ന് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിൽ നിന്നുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇത് ബിൽഡ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി ലോഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ നിങ്ങൾ കണ്ട അതേ സെയിം ഡാറ്റ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ കുറച്ചും കൂടി സ്റ്റൈലിങ് നമുക്കൊരു ഹെഡർ വന്നിട്ടുണ്ട്, ഒരു മെനു പോലെ. അതുപോലെ ഒരു ഫൂട്ടറും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഹെഡർ വന്നതും അല്ലെങ്കിൽ ഫൂട്ടർ വന്നതും മാത്രമല്ല ഇതിലെ ചേഞ്ചസ് എന്ന് പറയുന്നത് ഇതിലെ സ്റ്റൈല് അല്ലെങ്കിൽ ഈ മെയിൻ ഇതിൻ്റെ കുറച്ച് സ്റ്റൈൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റൈലൊക്കെ ലോഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളിവിടെ ഈ ഒരു ഇൻസ്പെക്ട് എലമെൻറ്റ്, ഞാനിപ്പോൾ എഡ്ജ് ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഇൻസ്പെക്ട് എലമെൻറ്റ് നോക്കുവാണെങ്കിൽ ഈ നെറ്റ്വർക്ക് ടാബ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേജ് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലോഡായിരിക്കുന്ന അസറ്റ്സ് അഥവാ CSS ആൻഡ് JavaScripts ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ jQuery.in.js എന്നൊക്കെ പറയുന്ന ഫയൽ ലോഡായിട്ടുണ്ട്. അതിൻ്റെ ലൊക്കേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫയൽ ആക്ച്വലി നമുക്ക് സ്റ്റാറ്റിക് ഫോൾഡറിൽ നിന്നാണ് നമുക്ക് ലോഡായിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ബ്രൗസറിൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു URL കൊടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഫയൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഫയൽ മിനിഫൈഡ് ഫയലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കംപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ ബാക്കി ഫയൽസ് എല്ലാം ലോഡായിട്ടുണ്ട് പ്രോപ്പറായിട്ട്. കാരണം നമ്മൾ ആ സ്റ്റാറ്റിക് ഫോൾഡേഴ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫയൽസ് എനേബിൾ ചെയ്ത് പ്രോപ്പറായിട്ട് വർക്കായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ നമുക്കിത് വെരിഫൈ ചെയ്യണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ ഈ ഒരു ലൈൻ നമ്മളിവിടെ startup.csൽ കൊടുത്തിട്ടുള്ള ഈ app.use static files എന്ന് പറയുന്ന കാര്യം
ഡിസേബിൾ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അത് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി എന്താണ് ഡിഫറൻസ്, ആപ്ലിക്കേഷൻ ഇങ്ങനെ അല്ലാത്തൊരു സിറ്റുവേഷനിൽ റൺ ചെയ്യുമ്പോൾ എന്താണ് ഡിഫറൻസ് എന്നുള്ളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആ സ്റ്റാറ്റിക് ഫയൽസിൻ്റെ ആ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്തിട്ടാണ് ആപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് റെൻഡറായി കഴിഞ്ഞാൽ, ഈ ഒരു പേജ് ലോഡായി കഴിഞ്ഞാൽ ഇതിപ്പോൾ ക്യാഷിൽ നിന്നാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എടുത്ത് ലോഡാക്കി കഴിഞ്ഞാൽ ഈ ഒരു കാര്യം അൺലോഡ് ആവുന്നതാണ്. അപ്പോൾ ഈ ക്യാഷ് റിമൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഒരു ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ കുറേ 404 എറേഴ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ അസറ്റ്സ് ഒന്നും തന്നെ ലോഡായിട്ടില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു പേജ് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊക്കെ റെഡ് കളറിൽ കാണിക്കുന്ന, ബ്രൗസറിൽ റെഡ് കളറിൽ കാണിക്കുന്നതിൻ്റെ അർത്ഥം ആ ഒരു അസറ്റ്സ് ഒന്നും ലോഡായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങളിവിടെ URL കോപ്പി ചെയ്ത് നേരത്തെ എടുത്ത പോലെ തന്നെ നമുക്കിവിടെ ആക്സസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് പേജ് കനോട്ട് ബി ഫൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത് കാണിക്കുന്നത്. കാരണം ഈ ഒരു അസറ്റ്സ് ഇപ്പോൾ ലോഡായിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ ഈ ഒരു കോഡ് ത്രൂ ഈ സ്റ്റാറ്റിക് ഫയൽസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഫ്രെയിംവർക്കിൽ ഡിസേബിൾ ആക്കിയതുകൊണ്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ വീണ്ടും പഴയ പോലെ ആക്കുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ ഒരു കാര്യം അൺകമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് പഴയ പോലെ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ബേസിക്കലി ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിലായിരിക്കും പറയുന്നത്.